ECC ലേണിംഗ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ട്രാക്കിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ECC ലേണിംഗും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം പൊസിഷൻ ട്രാക്കറിൽ ഡെയിലി ട്രാക്കിംഗ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഡെയിലി ട്രാക്കിങ്ങിൽ ഏറ്റവും താഴെയായിട്ട് ഇതേ രീതിയിൽ ECC ലേണിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ വലതുവശത്തായിട്ട് തന്നെ സ്റ്റാർട്ട് എന്നൊരു ബട്ടണും കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് ഒരു മുകളിലായിട്ട് തന്നെ ECC ടുഡേയ്സ് ലേണിംഗ് എന്നൊരു ഹെഡിങ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് നമുക്ക് ഇന്നത്തെ ഡേറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇന്നത്തെ ECC ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് കാണാൻ സാധിക്കും. അതിൻ്റെ ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് പ്ലേ ചെയ്യാൻ സാധിക്കും. നിലവിൽ അത് ഹിന്ദിയിലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. തുടർന്നുള്ള അപ്ഡേഷനുകളിൽ അത് പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും നമുക്ക് മലയാളത്തിൽ കേൾക്കുവാനും സാധിക്കുന്നതാണ്. നിലവിൽ ഇത് ഹിന്ദിയിലാണ് നമുക്ക് ECC ലേണിംഗിലെ എല്ലാ മൊഡ്യൂളുകളും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഏറ്റവും താഴെയായിട്ട് നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ECC ലേണിംഗുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളുടെ ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 2 ആക്ടിവിറ്റികളെങ്കിലും മിനിമം ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ആക്ടിവിറ്റിയിലും ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വീഡിയോകളും അതുപോലെ തന്നെ PDF രൂപത്തിലുള്ള ആക്ടിവിറ്റി ഗൈഡുകളും കാണാൻ സാധിക്കും. അത് നമുക്ക് ഓരോ ആക്ടിവിറ്റിയുടെയും താഴെയുള്ള ഈ ഒരു സൂചകങ്ങൾ അഥവാ ചിഹ്നങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ആക്ടിവിറ്റിയുടെ താഴെയായിട്ട് വീഡിയോ എന്നും PDF എന്നും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ വീഡിയോയും അതുപോലെ തന്നെ PDF രൂപത്തിലുള്ള ആക്ടിവിറ്റി ഗൈഡും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അഥവാ PDF എന്ന് മാത്രമാണ് കാണുന്നതെങ്കിൽ അതിൽ വീഡിയോ ഇല്ല, ആക്ടിവിറ്റി ഗൈഡ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. കൂടാതെ ഓരോ ആക്ടിവിറ്റിയുടെയും സമയദൈർഘ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അതാത് ആക്ടിവിറ്റിയുടെ വലതുവശത്ത് കാണുന്ന സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ വീഡിയോ കൂടെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് മുകളിലായി തന്നെ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോ ക്ലിപ്പ് കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇതിലുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഹിന്ദിയിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്, അതല്ലെങ്കിൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തൊട്ടു താഴെയുള്ള ആക്ടിവിറ്റി ഗൈഡ് എന്ന ഒരു PDF ഫയലിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. അത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ രീതിയിൽ ഹിന്ദിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഓരോ ആക്ടിവിറ്റിയിലും വ്യത്യസ്ത രീതിയിലുള്ള PDFകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് അതാത് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള മാർഗ്ഗരേഖയാണ് ഓരോ PDFിലും നമുക്ക് കാണാൻ സാധിക്കുക. നിലവിൽ ഇത് ഹിന്ദിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം തൊട്ടു താഴെയുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു ശരിചിഹ്നം അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം തൊട്ടു താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നേ ദിവസത്തെ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയുടെ താഴെയായിട്ട് ഇതേ രീതിയിൽ കംപ്ലീറ്റഡ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് രണ്ടാമത്തെ ആക്ടിവിറ്റി ചെയ്യുന്നതിനായിട്ട് മറ്റൊരു ആക്ടിവിറ്റിയുടെ താഴെയുള്ള സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റിയുടെ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ PDF മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാൻ സാധിക്കില്ല, PDF ഗൈഡ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം തൊട്ടു താഴെയുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ശരിചിഹ്നം കാണപ്പെടും. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന സ്ക്രീന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ ദിവസത്തെ 2 പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു എന്ന് കാണാൻ സാധിക്കും. 2 പ്രവർത്തനങ്ങളുടെയും വലതുവശത്തായിട്ട് ഇതേ രീതിയിൽ കംപ്ലീറ്റഡ് എന്ന് കാണാനും സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചില വെർഷനുകളിൽ ഈ ഒരു ആക്ടിവിറ്റികളിലെ വീഡിയോകൾ പ്ലേ ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ സാധിക്കാതെ വരും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആക്ടിവിറ്റി ലിസ്റ്റിൽ നിന്നും വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടാതെ വെറും PDFകൾ മാത്രമുള്ള ആക്ടിവിറ്റികൾ സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആക്ടിവിറ്റികളുടെ താഴെയായിട്ട് വീഡിയോ എന്നും PDF എന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ PDF എന്ന് മാത്രമുള്ള ആക്ടിവിറ്റികളും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ PDF മാത്രമുള്ള ആക്ടിവിറ്റികൾ സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ
രണ്ട് ആക്ടിവിറ്റികളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് എൻഡ് ടുഡേയ്സ് ലേണിംഗ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു സക്സസ് സ്ക്രീന് കാണാൻ സാധിക്കും. അതിനുശേഷം ഗോ ടു ഡെയിലി ട്രാക്കിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ECC ലേണിംഗ് എന്നതിൻ്റെ നേരെയായിട്ട് ഇതേ രീതിയിൽ പച്ച നിറത്തിൽ കംപ്ലീറ്റഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മാസം ECC ലേണിംഗ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഡേയ്സ് കംപ്ലീറ്റഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മാസത്തെ കലണ്ടർ ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും ഓരോ ദിവസത്തെയും ECC ലേണിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു കലണ്ടറിലെ ഡേറ്റുകൾ നമുക്ക് ചുവപ്പ് നിറത്തിലാണ് കാണുന്നതെങ്കിൽ അന്നേ ദിവസം ECC കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി കലണ്ടറിലെ ഡേറ്റുകൾ നീല നിറത്തിലാണ് കാണുന്നത് എങ്കിൽ അന്നേ ദിവസം ECC ലേണിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും ECC ലേണിംഗ് അതാത് ദിവസങ്ങളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.